ഹായ് ഓൾ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികളെല്ലാവരും കാത്തിരുന്ന എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 5ഓളം പോസ്റ്റുകളിലേക്കുള്ള, അതായത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഡെപ്യൂട്ടി മാനേജർ IT, മാനേജർ IT, അസിസ്റ്റന്റ് മാനേജർ IT, ഇങ്ങനെ 5ഓളം പോസ്റ്റുകളിലേക്കുള്ള എക്സാം ആണ് ഇന്ന് നടന്നത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മുടെ ചാനലിൽ ഇന്ന് വൈകിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടാണ്. അതായത് മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഈസി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്നാൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുള്ളവർക്ക് ഒരു 70-80 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു ഇത് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു എക്സാം എന്നാണ് നമുക്ക് ജനറലി കിട്ടിയ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവസരം ഇവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും അവസരങ്ങൾ, കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ കേരള PSൽ തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്ന പോസ്റ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ CS, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ IT, ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2027 അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ CSഉം അതേപോലെ തന്നെ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഉടൻ പ്രതീക്ഷിക്കുന്ന 2 നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പം ഇനിയും ഇതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് PSCയിൽ ഇനിയും നിരവധി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാമിനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം നല്ലതായാലും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി വരുന്ന അവസരങ്ങളിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ CSഉം അതുപോലെ തന്നെ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെയും ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.